പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 16. അച്ഛാ, എനിക്കിപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ ഒട്ടും ആഗ്രഹമില്ല. ഈ ഒരു വർഷം കൂടി ഇങ്ങനെ കടന്നു പോട്ടെ, അതല്ലേ നല്ലത്. മുകുന്ദേട്ടൻ ഉണ്ണിയച്ഛനോട് ചോദിക്കുന്നത് അടുക്കളയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അത് കേട്ടപ്പോൾ തന്നെ തപിക്കുന്ന എൻ്റെ ഹൃദയത്തിന് എവിടെയൊക്കെയോ ഇത്തിരി ആശ്വാസം തോന്നുന്ന പോലെ തോന്നി. അതിനിപ്പോൾ എന്താ മുകുന്ദ, നല്ല പെണ്ണാണ്, വീട്ടുകാരും മോശമല്ല. നമുക്കിതങ്ങ് ആലോചിച്ച് വെക്കാം. ഒരു വർഷം കഴിഞ്ഞിട്ടങ്ങ് നടന്നാൽ മതിയെന്നേ. എൻ്റെ അച്ഛന് ഈ ആലോചന ഇഷ്ടപ്പെട്ട മട്ടാണ്. മനസ്സ് വീണ്ടും തേങ്ങാൻ തുടങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അതല്ല രാമച്ച, സ്ഥിരമായ ഒരു ജോലിയില്ലാതെ വിവാഹം കഴിക്കുവാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഴുതിയ PSC എക്സാമിൻ്റെ റിസൾട്ട് ഉടൻ വരും. എന്തെങ്കിലും ഒന്നിൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പോരെ ഈ കല്യാണം ഉറപ്പീരും ഒക്കെ. മുകുന്ദേട്ടൻ ഭാവിയെപ്പറ്റി വളരെ ചിന്തിച്ചാണ് സംസാരിക്കുന്നത്. അതിനിപ്പോൾ എന്താ കുഞ്ഞെ, ഒരു ഉദ്യോഗം ഇല്ലെങ്കിൽ എന്താ? സ്വന്തമായിട്ടൊരു കടയുണ്ടല്ലോ നിനക്ക്. അതാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട്. നിനക്കും കുടുംബത്തിനും അല്ലലില്ലാതെ കഴിയാനുള്ള വരുമാനം ആ കടയിൽ നിന്നും കിട്ടുന്നുണ്ടല്ലോ. എൻ്റെ അച്ഛൻ്റെ നിർബന്ധിപ്പിക്കൽ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത നീരസം തോന്നിപ്പോയി. ആ നേരം അച്ഛനോട് തോന്നിയ ദേഷ്യം എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല. ഇക്കാര്യത്തെ ധൃതി പിടിക്കണോ രാമച്ച? എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുക. ആ പെൺകുട്ടിക്ക് സ്ഥിരവരുമാനമുള്ള ഒരു ബാങ്ക് ജോലിയുണ്ട്. എനിക്കോ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മുകുന്ദേട്ടൻ്റെ മനസ്സിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണെന്ന് ഓർത്തപ്പോൾ ശരിക്കും ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ജോലിയില്ലാത്ത ഏട്ടൻ ഒരു ബാങ്ക് ജീവനക്കാരിയെ സ്വീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് ആ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും നമ്മളൊന്ന് കണ്ട് സംസാരിക്കുന്നതാണ് നല്ലത്. അവർക്ക് ഇക്കാര്യത്തിലൊരു താല്പര്യമുള്ളതുപോലെയാ. ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുള്ളതുകൊണ്ട് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നും കണ്ടും കേട്ടുമൊക്കെ പോകാമെന്ന് പറയുന്നു. വന്നു കണ്ട് സംസാരിച്ചിട്ട് പോകട്ടെ എന്ന് ഞാനും കരുതി. ഉണ്ണിയച്ഛൻ്റെ വാക്കുകൾ ഇടി പോലെയാണ് എൻ്റെ നെഞ്ചി വന്ന് പതിച്ചത്. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വരെ ആയെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത് തന്നെ. ജാതകങ്ങൾ വരെ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? ഏട്ടൻ പെണ്ണ് കാണാൻ പോയി എന്നുള്ളതോ? ഏയ്, പോയി കാണില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ദീപേട്ടത്തി അവരുടെ കൂടെ കൊണ്ടുപോവില്ലേ? പൊടുന്നനെ എൻ്റെ മനസ്സിലേക്ക് വന്ന സംശയത്തെ ഞാൻ തന്നെ തുടച്ചു മാറ്റി. എല്ലാവരുടെ അഭിപ്രായം ഇതുതന്നെയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അവർ വന്ന് കണ്ട് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. മുകുന്ദേട്ടൻ അഭിപ്രായം പറയുന്നത് കേട്ടതും അകാരണമായ ഒരു ഭയം എന്നെ വന്ന് പൊതിഞ്ഞു. ഏട്ടനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി എനിക്കുണ്ടായി. എങ്ങനെയെങ്കിലും ഉള്ളിലുള്ള സ്നേഹം ആളെ അറിയിക്കണമെന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. ഏട്ടാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അത്താഴവും കഴിഞ്ഞ് മുറിയിലേക്ക് കയറിയതും കട്ടിലിൽ ഫോണും തോണ്ടിക്കിടന്ന സന്ദീപിന് മുൻപിൽ ദീപ ഇത്തിരി പരുങ്ങിക്കളിച്ചു. ഓഡിറ്റിംഗ് വർക്കിന് പോയ ആള് എൻ്റെ എമർജൻസി കാര്യത്തിന് വൈകിട്ട് നാട്ടിലുള്ള സ്വന്തം ബാങ്കിലേക്ക് തിരിച്ചു വന്നതായിരുന്നു. എന്തടി കെട്ടിയോളെ, വേഗം പറഞ്ഞോ. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് അവൻ ഭാര്യയെ കണ്ണുകൾ ഉയർത്തി നോക്കി. അത് പിന്നെ, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പറയൂ. ദീപയുടെ സംസാരത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫോൺ ബെഡിന് മുകളിലേക്ക് വെച്ചിട്ട് സന്ദീപ് പൊടുന്നനെ എഴുന്നേറ്റിരുന്നു. ശേഷം ഭാര്യയുടെ നേർക്ക് സംശയത്തോടെ നോക്കി. പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് സന്ദീപേട്ടാ. ദീപ അവൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു കൊണ്ട് ഇത്തിരി ഗൗരവത്തോടെ തന്നെ ആളിൻ്റെ കൈകൾ കവർന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ വേഗം പറയാൻ നോക്കൻ്റെ ദീപേ. അവനിത്തിരി ആശങ്ക തോന്നിയിരുന്നു. അത് പിന്നെ, നമ്മുടെ പ്രിയയ്ക്ക് അവൾ തുടക്കമിട്ട്. പ്രിയയ്ക്ക്? അവക്കെന്താ? സന്ദീപ് അവൾക്കെതിരായി ചമ്മറം പടഞ്ഞിരുന്നു, ദീപയെ കേൾക്കാനെന്നോണം. പ്രിയയ്ക്ക് ഒരു പ്രണയമുണ്ട്. ദീപ ഇത്തിരി വിറയലോടെ എതിർവശത്തിരിക്കുന്നവനെ പാളി നോക്കി. അവിടെ മാറുന്ന മുഖഭാവം അവളെ തെല്ലൊന്ന് ആശങ്കയിലാഴ്ത്തി. പ്രണയോ? ആരോട്?
സന്ദീപിൻ്റെ ശബ്ദം ഇത്തിരി ഉച്ചത്തിലായി. അത് പിന്നെ മുകുന്ദനോട്. അവൾ പതുങ്ങനെ പറഞ്ഞു. നീ എന്ത് ഭ്രാന്താണ് ദീപ ഈ പറയുന്നേ? അവന് കേട്ട കാര്യം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ് ഏട്ടാ. നമ്മുടെ പ്രിയയ്ക്ക് എൻ്റെ അനിയനെ ഇഷ്ടമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഇഷ്ടമൊന്നും അല്ല. അതവൾക്ക് കുഞ്ഞുനാളിലെ തൊട്ട് തുടങ്ങിയതാണെന്നാണ് അവൾ പറഞ്ഞത്. പെണ്ണിൻ്റെ സംസാരം ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു മുറിഞ്ഞാണ് പുറത്തേക്ക് വന്നത്. കാരണം സന്ദീപിൻ്റെ പ്രതികരണം ഓർത്ത് ദീപയ്ക്ക് വല്ലാത്ത പേടി തോന്നിയിരുന്ന ആ സമയം. എത്രയൊക്കെ പറഞ്ഞാലും പ്രിയ ആളിൻ്റെ കുഞ്ഞിപ്പെങ്ങളാണ്. അവളുടെ കാര്യത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും സന്ദീപേട്ടൻ അതീവ ശ്രദ്ധയുമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് പെങ്ങളുടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം ചെറുതൊന്നും ആയിരിക്കില്ല താനും. പക്ഷെ മുകുന്ദൻ്റെ കല്യാണക്കാരി അച്ഛനമ്മമാർ തമ്മിൽ ഇന്ന് സംസാരിച്ചപ്പോൾ പ്രിയയുടെ മുഖം മാറുന്നത് താൻ കണ്ടതാണ്. അവളെ ഓർത്ത് ആ സമയം പേടിയും തോന്നി. ആരോടെങ്കിലും ഇക്കാര്യം പറഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് താനിപ്പോൾ ഇക്കാര്യം സന്ദീപേട്ടനോട് പറഞ്ഞത് തന്നെ. എന്തൊക്കെയാണെങ്കിലും ഏട്ടൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ തനിക്കൊരു സംശയവും ഇല്ല. ദീപയുടെ ചിന്തകൾക്ക് ചൂടുപിടിച്ചു. നിന്നോടിത് ആരാ പറഞ്ഞേ? സന്ദീപിൻ്റെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. പ്രിയ തന്നെ പറഞ്ഞതാണ് ഏട്ടാ. ഞാൻ ആ കൈകളിൽ ഒന്നും കൂടി മുറുക്ക പിടിച്ചു. എപ്പോ? അത് പിന്നെ എന്നോട് പറഞ്ഞിട്ടിപ്പോൾ 5-6 മാസമായി. എന്നിട്ട് നീ എന്താ എന്നെ ഇതുവരെ അറിയിച്ചില്ല? ആരോടും പറയരുതെന്ന് അവൾ എന്നോട് വാക്ക് മേടിച്ചിരുന്ന ഏട്ടാ. അതാ ഞാൻ പറയാഞ്ഞേ. എന്നിട്ടിപ്പോൾ പറയാൻ എന്താണ് കാരണം? സന്ദീപിൻ്റെ ചോദ്യത്തിന് അവൾ ഉത്തരം പറയാതെ മുഖം കുനിച്ചിരുന്നു. നിന്നോടാ ദീപേ ഇപ്പോൾ ഇതൊക്കെ എന്നോട് പറയുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? അവൻ ചോദ്യം ആവർത്തിച്ചു. മുകുന്ദൻ്റെ കല്യാണക്കാരി ഇന്ന് അച്ഛന്മാർ രണ്ടും കൂടെ ഈ വീട്ടിൽ നിന്ന് സംസാരിച്ചിരുന്ന ഏട്ടാ. അപ്പോൾ പ്രിയ ഉണ്ടായിരുന്നു അവിടെ. പെണ്ണ് ബാങ്ക് എംപ്ലോയി ആണെന്ന് അവർക്കെല്ലാവർക്കും ഈ ബന്ധത്തിൽ താല്പര്യമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പെണ്ണിൻ്റെ വീട്ടുകാർ ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് വാക്ക് കൊടുത്തോന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പറയുന്നത് കേട്ടത്. അത് കേട്ടപ്പോൾ തൊട്ട് പ്രിയ വല്ലാത്ത സങ്കടത്തിലാണ്. ഒരിക്കലും നമ്മുടെ അമ്മ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്നറിയുന്നത് കൊണ്ട് മാത്രമാണ് അവൾ അവളുടെ ഇഷ്ടമൊക്കെ ഇങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ എനിക്കെന്തോ അത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഏട്ടാ. അവൾക്ക് അനിയനോടുള്ള സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട്. മുകുന്ദൻ്റെ കല്യാണം മറ്റൊരാളുമായിട്ട് നടന്നാലുള്ള പ്രിയയുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും. ദീപ അവളുടെ മനസ്സിലുള്ളതെല്ലാം സന്ദീപിനോട് വിശദീകരിച്ചു. അവളുടെ സംസാരത്തെ പ്രിയയെക്കുറിച്ചുള്ള ആകുലതയും പ്രകടമായിരുന്നു. അപ്പോൾ മുകുന്ദന് അവനറിയില്ലേ ഇക്കാര്യം? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സന്ദീപ് ചോദിച്ച ആകെ ഒരു ചോദ്യം അതായിരുന്നു. ഇല്ലേട്ടാ, അവൾ ഇതുവരെയും അവനോട് പറഞ്ഞിട്ടില്ല. ദീപ സങ്കടത്തോടെ പറഞ്ഞു. അമർത്തിയൊന്ന് മുകളിലേക്കുണ്ട് അവൻ കട്ടിലിലേക്ക് മലർന്നു കിടന്നു. ഏട്ടാ, അവൾ പാവമായേട്ടാ. കുഞ്ഞുനാൾ തൊട്ട് മൂന്തനെ മനസ്സിട്ടുകൊണ്ട് നടക്കുവാണ് ആ പൊട്ടിപ്പെണ്ണ്. അവൾ തകർന്നു പോവുകേട്ടാ. എനിക്കറിയാം അവിടെ മനസ്സ്. ഇപ്പം ആ മുറിയിലേക്ക് ചെന്ന് നോക്കിയാൽ കാണാം, കിടന്ന് കരയായിരിക്കും പാവം. സന്ദീപിൻ്റെ മൗനം അത്രമേൽ പൊള്ളിച്ചതുകൊണ്ടാവാം ദീപ അവൻ്റെ അരികിലേക്ക് കയറി കിടന്നത്. ഏട്ടാ, അവളോട് ദേഷ്യമൊന്നും കാട്ടല്ലേ. അവളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നത് പോലെ വേറെ ആർക്കും മനസ്സിലാവില്ല. ദീപ പിന്നെയും ഏങ്ങലടിച്ചു. നീ കിടന്നോ, ഇക്കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. നാളെ വെളുപ്പിന് തന്നെ എനിക്ക് തിരിച്ചു പോകണം. സന്ദീപ് അത്രമാത്രം മറുപടി നൽകി. ശേഷം ബെഡിന് മുകളിൽ കമിഴ്ന്നു കിടന്നു, എന്തോ ചിന്തിക്കാൻ എന്ന വണ്ണം. സന്ദീപേട്ടാ, എന്തൊക്കെ ആയാലും അവരുടെ കണ്ണീര് കാണുന്നത് മാത്രം എനിക്കിഷ്ടമല്ല. കാരണം അവളിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന ഒരിക്കൽ ഞാനും അറിഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് ഏട്ടൻ എങ്ങനെയെങ്കിലും മൂന്തേട്ടനോട് ഇക്കാര്യം ഒന്ന് സംസാരിക്കാവോ? പ്രിയയായിട്ട് അവനോടിത് തുറന്നു പറയത്തില്ല. ദീപ അവൻ്റെ തോളലിന് മുകളിൽ തല ചേർത്ത് വെച്ചുകൊണ്ട് വിതുമ്പി. നിന്നോട് പിന്നെ സംസാരിക്കുക എന്നല്ലേ ദീപേ ഞാൻ പറഞ്ഞേ. ഇപ്പോൾ കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാക്കിയൊക്കെ ഞാൻ ഓഡീഷന് പോയിട്ട് വന്നിട്ട് തീരുമാനിക്കാം. അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് ഒച്ചയെടുത്തതും ദീപ പിന്നീടൊന്നും അവനോട് സംസാരിക്കുവാനായി പോയില്ല. അവൻ്റെ ചൂട് പറ്റി അങ്ങനെ തന്നെ കിടന്നു, പ്രിയയുടെ സങ്കടം ഓർത്തുകൊണ്ട്. രാവിലെ തന്നെ
ഞാൻ ഒരുങ്ങിക്കെട്ടി നിന്നു. മുകുന്ദേട്ടൻ്റെ വണ്ടിയും കാത്ത്. ഉള്ളിലുള്ള പ്രണയം ഇന്നെങ്കിലും ആളോട് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ഏട്ടത്തി, മുകുന്ദേട്ടനെ കാണുന്നില്ലല്ലോ. ഇന്നലെ ഈ സമയത്ത് ആള് വന്നതല്ലേ? ഗേറ്റിന് നേർക്ക് നോക്കിയിരുന്ന എൻ്റെ കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് അടുത്ത് നിന്ന് ദീപേട്ടത്തിയുടെ മുഖത്തേക്ക് പാളി വീണു. എന്താ ഏട്ടത്തി, എന്തേലും പ്രശ്നമുണ്ടോ? ഏട്ടത്തിയുടെ മുഖം പതിവിലും കൂടുതൽ ഗൗരവത്തിലിരിക്കുന്നത് കണ്ടതും ഞാൻ ആശങ്കയോടെ തിരക്കി. ഏയ്, എന്ത് കുഴപ്പം? എനിക്കൊരു പ്രശ്നവുമില്ല പ്രിയേ. നിനക്ക് തോന്നുന്നതാവും. ദീപേട്ടത്തി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷേ വീണ്ടും വീണ്ടും അതുതന്നെ ചോദിച്ച് ഏട്ടത്തിയെ വിഷമിപ്പിക്കുവാൻ എനിക്ക് തോന്നിയില്ല എന്ന് വേണം പറയാൻ. ദേ, മുകുന്ദ വന്നു. നീ പോയി വാ പ്രിയേ. ഏട്ടത്തിയുടെ കണ്ണുകൾ പോയ ദിക്കിലേക്ക് എൻ്റെ നോട്ടം അപ്പോഴേക്കും പാഞ്ഞിരുന്നു. മുറ്റത്തേക്ക് വന്നു നിൽക്കുന്ന മുകുന്ദേട്ടൻ്റെ കാറ് ഞാൻ പ്രണയത്തോടെ നോക്കി നിന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ.